ജില്ലയുടെ പുൽപ്പരപ്പുകളിലേക്ക്, കൊയ്ത്തു കഴിഞ്ഞ പാലക്കാടൻ പാടശേഖരങ്ങളിലേക്ക് നല്ലിടയന്മാരെ പോലെ അവർ ആടുകളെ കളിച്ചു. எவ்வளோ நாள் இருக்குங்க? நாலு அஞ்சு நாள் ஒரு வாரம் இருக்கு. ஒரு வாரம் இருக்கா? எவ்வளோ ஆடுங்க இருக்கு? 1000. ആയിരത്തോളം മജങ്ങളുമായി അവർ കൊയ്ത്തു കഴിഞ്ഞ പാലക്കാടൻ പാടശേഖരങ്ങളിലേക്ക് വന്നു. എത്ര പേരെടുക്കും നിങ്ങൾ? 5 പേരാ? எப்போ வந்தாச்சு? காலையில். எத்தனை மாதம் இருக்குங்க? 3 മാസം இருக்கும். ഓക്കെ. തിരഞ്ഞെടുക്കപ്പെട്ട ഇടയന്മാർ തങ്ങളുടെ കടമ മറന്ന് ആട്ടിൻകൂട്ടത്തെ ചിതറിച്ചു എന്ന് യഹോവ പരിതപിക്കുന്നുണ്ട്. ഇതിലിപ്പോ ചെമ്മരിയാടും ചെമ്മരിയാടും ഉണ്ട്, മറ്റേ ആടും ഉണ്ടല്ലോ, സാധാ ആടും രണ്ടും ഉണ്ട്. ഇതിന്റെ രോമ അതല്ലേ. ഇതിപ്പോ നിങ്ങളുടെ ചെലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടന്നു പോവാ? എന്താ നിങ്ങളുടെ പേരെന്താ? വരും. ഇതിന്റെ കൂടെ കുറച്ച് നായ്ക്കൾ ഉണ്ടാവാറുണ്ടല്ലോ, ഉണ്ടോ? ഇല്ലല്ലേ. സിനിമയിൽ ശങ്കരാടിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഗടാഗടികന്മാരായ ചില നായക്കളുടെ കമ്പനി കൂടി ഉണ്ട് ഈ കൂട്ടത്തിൽ. അതുമാത്രമല്ല, ഈ കൂട്ടത്തിൽ ചില ആളുകൾ ചിലപ്പോൾ പ്രസവിച്ചെന്നിരിക്കും. അപ്പോൾ ആ കുട്ടികളുടെ സംരക്ഷണ ചുമതല, അതിനാവശ്യമായ കൂട്, അങ്ങനെയുള്ള സംരംഭങ്ങളും അവർ കൂടെ കൊണ്ടുവന്നിരിക്കും. ഓരോ വർഷവും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ തന്നെയാണ് അവർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. 1000 ആടുകളെ സംരക്ഷിക്കുക എന്നുള്ളത് ചില്ലറപ്പെട്ട കാര്യമല്ലല്ലോ. അവറ്റയ്ക്കുള്ള വെള്ളം, തീറ്റ, ഇതെല്ലാം കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായ ഒരു പണിയാണ്. ഒടുവിൽ ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ വേണ്ട. ഈ ആടുകളെ നയിക്കാൻ നല്ലിടയന്മാരെ നിയോഗിക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരായിരിക്കാം ഇങ്ങനെ ആടുമാടുകളുമായിട്ട് നമ്മുടെ പാലക്കാടൻ ഗ്രാമങ്ങളെ പുൽമേടുകളിലേക്ക് വരുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓരോ ജീവിതവും നമ്മൾ ചൂഴ്ന്നു നോക്കുമ്പോൾ നമ്മളൊന്നും കാണാത്ത നരകങ്ങളും സ്വർഗങ്ങളും കാണും. അതുകൊണ്ട് ഇത് ആട് ജീവിതമല്ല, ഇത് ആടിൻ്റെ പോലും ജീവിതമല്ല. ഞാനിങ്ങനെ ഒരു കാഴ്ചക്കാരെ പോലെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന എനിക്കിഷ്ടപ്പെട്ട ചില ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. ഇത് സത്യം പറഞ്ഞ ഒരു ബഡായി ജീവിതമാണ്. വേറൊരു ബഡായി ജീവിതവുമായി വീണ്ടും വരും. അതുവരയ്ക്കും എല്ലാവർക്കും സ്നേഹം, നന്ദി, നമസ്കാരം.